back to my channel Majesticks. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഒരു ബോട്ടിൽ ആർട്ടാണ് കാണിച്ചിരുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു ക്രിസ്മസ് റീത്തിന്റെ വീഡിയോ ചെയ്തിരുന്നു. ആ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന കുറച്ച് വീഡിയോസിൽ ക്രിസ്മസ് റിലേറ്റഡ് ഡെക്കറേഷൻ ചെയ്യാനുള്ള കുറച്ച് വീഡിയോസ് അപ്ലോഡ് ആക്കാമെന്ന്. അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളതൊക്കെ അപ്ലോഡ് ആക്കണമെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ, ഒരു ബോട്ടിൽ ആർട്ടാണ്. ബോട്ടിൽ ആർട്ട് ഞാൻ ചെയ്തേക്കുന്നത് ഒരു വരാനിരിക്കുന്ന ക്രിസ്മസിനെ എന്താ പറയുക വരവേൽക്കാൻ വേണ്ടി ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന ഒരു വീടിൻ്റെ തീമാണ് ഇന്നത്തെ ബോട്ടിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നത്. കുറച്ച് സിമ്പിളാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, വേഗം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എടുത്തേക്കുന്നത് ഗ്രേപ്പ് ജ്യൂസിൻ്റെ ബോട്ടിലാണ്. സ്റ്റിക്കറൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സ്റ്റിക്കർ കളയാൻ ബുദ്ധിമുട്ടുണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മളുടെ ഇത് സ്റ്റിക്കേഴ്സ് എല്ലാം ഇളകി വരും. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. പിന്നെ നമ്മുടെ മോട്ട്പോജ് പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈക്വൽ പ്രൊപ്പോർഷനിൽ വെള്ളവും ഗ്ലൂവും വൈറ്റ് ഗ്ലൂ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അത് മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇനി നമുക്കിത് വൈറ്റ് ഗ്ലൂ ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടിഷ്യൂ പേപ്പർ ഒന്നൊന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ തന്നെ ഒന്ന് ഗ്ലൂ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്നത് ഒരു സർഫേസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതിലാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെയിൻ്റ് ഒക്കെ നല്ലോണം പിടിച്ചിരിക്കും. മുകളിൽ ഗ്ലൂ വെച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ബോട്ടിൽ ഫുള്ള് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ഉണക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സെറ്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഫസ്റ്റ് ഡോറ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ക്ലേ ഉരുട്ടി വെച്ചിട്ടുണ്ട്. എയർ ഡ്രൈ ക്ലേ ആണ്. ഇനി ഇത് ജസ്റ്റ് ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം. ഉണങ്ങാത്ത ക്ലേ ആയതുകൊണ്ട് നമുക്ക് വൈറ്റ് ഗ്ലൂ തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഗ്ലൂ ഗൺ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഉണങ്ങാത്ത ക്ലേ ആയതുകൊണ്ട്, ഉണങ്ങിയതാണെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. മാക്സിമം നിങ്ങളിത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. കൈ വെച്ച് തന്നെ പ്രസ് ചെയ്തെടുത്താലും മതി. നമ്മുടെ ടൂൾസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ കൈ വെച്ച് തന്നെ ജസ്റ്റ് പ്രസ് ചെയ്തെടുക്കുക. ഞാൻ ചെറിയൊരു പോയിന്റഡ് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ടെക്സ്ചർ ഉണ്ടാക്കി കൊടുക്കാം. ഇനി മുകൾ ഭാഗത്തും ഇതേപോലെ തന്നെ ഒരു ജനാല ഉണ്ടാക്കി കൊടുക്കാം. ബോട്ടിൽ ഞാനൊരു വാതിലും 2 ജനലയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഒരെണ്ണം, ഫ്രണ്ടിൽ ഒരെണ്ണം. ഇനി ഞാൻ എടുത്തേക്കുന്നത് ഫോം പേപ്പറിൻ്റെ കട്ട് ചെയ്തേക്കുന്നതാണ്, പീസസ് ആണ്. അപ്പോൾ നമ്മുടെ ഏകദേശം ഫോം പേപ്പേഴ്സ് ഒട്ടിച്ച് തീരാറായി. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ജനലും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ 2 കാർട്ടൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. ഒരു മേൽക്കൂര പോലെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ള ഏതെങ്കിലും ഒരു കാർട്ടൺ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെറുതായിട്ട് പീസ് ചെയ്തെടുത്തിട്ട് ബോട്ടിലിൻ്റെ അളവിലെടുത്തിട്ട് ചെയ്യുക കേട്ടോ. കാരണം ഇങ്ങനെ വരെ ഇവിടെ വരെ മുൻവശം വരെ ഒട്ടി വരണമല്ലോ, അതാണ്. അപ്പം ഞാനിത് ഒട്ടിച്ച് കാണിക്കാം എങ്ങനെയാണെന്ന്. ഇപ്പോഴത്തെ നമ്മൾ വെച്ചേക്കണ ജനലൊന്നും ഇളകി പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. അതിൻ്റെ ജസ്റ്റ് താഴെയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കാർട്ടൺസ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആദ്യം ഒന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ആ കാർട്ടണിലേക്ക് ഒന്ന് ജസ്റ്റ് ഗ്ലൂ ഇട്ട് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ ആദ്യം കുപ്പിയിലോട്ട് തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം
നമ്മളുടെ പൊസിഷൻ ശരിയായില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക, നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇളകി ഇങ്ങി പോരും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കാർട്ടൺസ് ഒട്ടിച്ചെടുക്കുക. ഈ സൈഡും ശ്രദ്ധിച്ചാൽ കണ്ടോ, ഇവിടെ ഇച്ചിരി ഈ 2 സൈഡും ഇച്ചിരി പൊന്തിരിക്കുന്ന പോലാണ് ഞാൻ ഒട്ടിച്ചെടുത്തേക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും. ഇനിയുള്ള ബാക്കിയുള്ള ആ ഒരു പോർഷൻ കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം തന്നെ ചെയ്തത്. ഇനി ബാക്കിയുള്ള ഫോം ഷീറ്റും കൂടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോട്ടിൽ ഫുള്ളായിട്ട് ഞാൻ ഫോം പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലേ വെച്ച് തന്നെ താഴെ ചെറുതായിട്ടൊരു ഗ്രീനറി പോലെ ഉണ്ടാക്കി കൊടുക്കാം. ചെറിയൊരു സ്ട്രക്ചർ പോലെ ടൂത്ത് പിക്ക് വെച്ച് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അക്രിലിക് കളർ യെല്ലോ കളറാണ് എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് അടിച്ചു കൊടുക്കാം. ഫുള്ളായിട്ടല്ല, ഗ്രീനറിയും ജനാലയും വാതിൽ ഈ ഭാഗം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം ബോട്ടിൽ ഫുള്ള് യെല്ലോ കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ടിലിലെ കുറച്ച് പോർഷൻസ് വെച്ച് ബാക്കി എല്ലാ പോർഷൻസും ലെമൺ യെല്ലോ കളർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് റെഡ് കളറ് അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. ഇതിന് ഈ ബ്രിക്സിന് മാത്രം അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാ ബ്രിക്സിലും ഒന്ന് അടിച്ചെടുക്കുക. നമ്മുടെ ബോട്ടിലിൽ റെഡ് കളർ പെയിൻറ് അടിച്ചു കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് നേരം ഉണങ്ങാൻ വയ്ക്കാം. അതിന് ശേഷം ബാക്കി കളർ അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡോറിനും ജനാലയ്ക്കും ഗ്രീൻ കളറാണ് ഞാൻ കൊടുക്കുന്നത്. വൈറ്റ് അക്രിലിക് ആണ്, അത് വെച്ചിട്ട് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫോം ഷീറ്റാണ് കേട്ടോ, ഞാൻ കട്ട് ചെയ്തെടുത്താണ് ഒരു ഡിസൈൻ വെക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും ഫോം ഷീറ്റ് തന്നെയാണ്. ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ഇവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി എടുത്തേക്കുന്നത് മെറ്റാലിക് ഗോൾഡൻ കളർ അക്രിലിക് ആണ്. അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഗോൾഡൻ കളർ ഗ്ലിറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഞാൻ ഈ ബോട്ടിലിൻ്റെ മോൾ ഭാഗം റെഡ് ത്രെഡ് വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്തെടുക്കുന്നുണ്ട്. ത്രെഡ് ചുറ്റിയെടുത്തു. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ക്ലിയർ വാർണിഷ് അടിച്ചെടുക്കാം. ക്ലിയർ വാർണിഷ് അടിക്കുമ്പം ഒരു ഗ്ലേസിങ്ങും കിട്ടും, ഒരു ഫൈനൽ ലുക്ക് നല്ലതായിരിക്കും. അപ്പം നമുക്ക് അടിച്ചെടുക്കാം. ഇന്നത്തെ ബോട്ടിലായിട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പം ആരെങ്കിലും എന്താ പറയുക ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലോ അയച്ചു തരിക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുന്നത്തെ ക്രിസ്മസ് റീത്ത് കാണാത്തവരാണെങ്കിൽ അത് ഒന്ന് കണ്ടുവെക്കുക, എന്നിട്ട് ട്രൈ ചെയ്യുക. അപ്പം ഇന്ന് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പോരാത്തിന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ഇതുപോലത്തെ ഒരു കിടിലമായിട്ട് കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.